ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു ടൈമിലല്ല കേട്ടോ കിച്ചണിക്ക് ഇറങ്ങുന്നത്. രാവിലെ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് പോയതാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇന്ന് വലിയ രീതിയിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ബ്രെഡും മുട്ട പുഴുങ്ങിയതൊക്കെ ആയിരുന്നു. ഒന്നിപ്പോൾ സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. കാക്ക എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവില്ല, കാരണം ലേറ്റായിട്ടാണ് തലേദിവസം വന്നത് കേട്ടോ. അതിന് ലഞ്ചിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ എണീറ്റ് വരുള്ളൂ. പിന്നെ ഞാനും എൻ്റെ ഹിതമോളും അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കി. പിന്നെ ഇതാ ചോറ് ഒക്കെ റൈസ് പോട്ടൊക്കെ ഇറക്കി വെച്ചിക്കാണ്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിക്ക് വീണ്ടും ഇറങ്ങുന്നത്. കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് മൊത്തം പണി കഴിച്ച് പോയതായിരുന്നു. ഇനി കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് പോയിട്ടുള്ളൂ. ചിക്കൻ പൊരിക്കാൻ, പിന്നെ തലേ ദിവസമൊക്കെ കുറച്ച് കൂട്ടാനുകൾ ചൂടാക്കി എടുക്കാൻ, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനും വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിക്ക് ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ ഇതാ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. പറഞ്ഞില്ല, തലേ ദിവസത്തെ കുറച്ച് സാധനങ്ങൾ ചൂടാക്കാണ്ട്, അതും പിന്നെ ചിക്കന് കായം പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഓരോന്ന് റെഡിയാക്കി എടുക്കണം. തലേ ദിവസം ആരും അങ്ങനെ ചോറുന്നാൻ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പയറുപ്പേരും ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളരിക്കക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ ബാക്കിയായി. അങ്ങനെ ആരും ചോറുന്നാത്തോണ്ട് ഞാൻ വേഗം ഫ്രിഡ്ജിക്ക് കയറ്റിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരിയും കറിയൊക്കെ അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് പപ്പടം പൊരിക്കണം, ചിക്കൻ പൊരിക്കണം. അതൊക്കെയാണ് കേട്ടോ ഒന്ന് ലഞ്ചിനുള്ളത്. ഇല്ല, ഒരുമിച്ച് ഇടാച്ചിട്ടാണ്. അതിന്റെ മിഷീനിലിടട്ടാ. ഒരടുപ്പത്ത് പയറ് ചൂടാക്കാനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട്, മറ്റടുപ്പത്ത് ചിക്കൻ പൊരിക്കാനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറ് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ കറിയും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ചിക്കൻ പൊരിക്കാനുള്ള ഓയിൽ മറ്റേ ചട്ടിയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ ചട്ടി ചൂടായി വന്നപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും ചൂടാവാൻ, ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ അതാണ് അത് നേരത്തെ തന്നെ കത്തിച്ച് വെച്ചത്. ചട്ടി ചൂടായപ്പം കുപ്പിയിൽ കുറച്ച് ഓയിലുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു പാക്കറ്റ് പൊട്ടിച്ച് കൊടുക്കാണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഓയിലൊക്കെ നമ്മളിങ്ങനെ കുപ്പിയിലേക്ക് പാക്കറ്റ് പൊട്ടിച്ച് വയ്ക്കുമല്ലോ, എന്നിട്ടൊന്നും എപ്പോഴും അത് പുറത്തേക്ക് ലീക്ക് ആയിക്കാണ്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് കുറച്ച് കുപ്പിൻ്റെ ഒരു ടോപ്പൊക്കെ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് വട്ടുള്ള സൈസ് അതിൻ്റെ ടോപ്പ് ഇടുന്ന ഭാഗം കുറച്ച് വട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓയിലും വെളിച്ചെണ്ണൊക്കെ പൊട്ടിച്ച് വയ്ക്കാൻ ഒന്നും കൂടെ സുഖമാവൂലേ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് കുറേ അയക്കണം കേട്ടോ. ഒരു 2 വർഷത്തോളമൊക്കെ അയക്കണം. നല്ല ബോട്ടിൽ, അതുവരെ ഒരു കേടുമില്ല കേട്ടോ. ഗ്ലാസ്സൊക്കെ നമ്മളെ പയറൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ കറിയും ചൂടാക്കി എടുക്കുകയാണ്. കറിക്ക് കുറച്ച് കട്ടി കൂടിയിരിക്കണം. അപ്പോൾ തുള്ളി വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ ചായക്കൊന്ന് കടി അങ്ങനെ ആക്കിയിട്ടില്ല. ചായക്കൊന്ന് കടിയേ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടല്ല ഇല്ലാന്നല്ല, നമുക്ക് ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ബ്രെഡൊക്കെ ബ്രെഡ് ഞാൻ രാവിലെ പോയി ചോറരപ്പം ആവും. ചോറ് അതിൻ്റെ ഇടയിൽ കാക്ക എണീറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ ചായയും കടിയും കാണാനായിട്ട് ചോദിക്കുകയാണ് ഉണ്ടാക്കിയിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ കാക്ക എന്തായാലും ഈ ഒരു ടൈമാവും എണീറ്റ് വരാമെന്നറിയാം. അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ആക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കറി അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പയർ വെന്തതിൻ്റെ ശേഷം ആ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പയർ വേവെല്ലാം ചൂടാക്കിയെടുത്തതാണ്, വെന്ത പയറാണ് കേട്ടോ. കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ, വെള്ളരിക്ക കറി.
ഇത് ഞാൻ തലേ ദിവസം ഭാവിനോട് റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം അധികം ആൾക്കാർ തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കണ്ടത്. പക്ഷെ ഇത് ഞാൻ തക്കാളി ഒന്നും തൈര്, തക്കാളിക്ക് പകരം തൈരൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഞാൻ ഫസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് ഭാവിനോട് യൂട്യൂബിൽ നോക്കുന്നേക്കാളും ഭാവിനോട് ചോദിച്ചറിഞ്ഞാലാണ്ട് ഒരു കംഫർട്ടായിട്ട് തോന്നുക. ഒരു സാധനം ഉണ്ടാക്കാൻ ഒരു എന്താ പറയുക, ഒരു ധൈര്യം ഇങ്ങനെ തോന്നൽ ഭാവിനോട് ചോദിച്ചാലാണ് കേട്ടോ. ഭാവി അതിൻ്റെ ഒരു ഉപ്പിട്ട് കർപ്പൂരം വരെ എന്നുള്ള കാര്യം, ഇപ്പോൾ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എങ്ങനെ ഉണ്ടാക്കേണ്ട രീതിയും, എത്ര വിസിൽ വേണം, എത്ര മിനിറ്റ് വേവിക്കണം, അങ്ങനെ കണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഭാവി പറഞ്ഞു തന്നാലാണ് ഒരു സാധനം ഉണ്ടാക്കാനൊരു ധൈര്യം വരിക. അപ്പോൾ ഞാൻ ഭാവിനോടൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. തൈരൊക്കെ അയച്ചുകൊണ്ട് വല്ലാണ്ട് തിളപ്പിച്ചിട്ടില്ല. ചെറിയൊരു തിള വന്നപ്പോഴേക്കും അത് വേറെ പാത്രത്തേക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേദിവസം ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ തലേദിവസം ഇപ്പോൾ ഒന്നരാടല്ല വ്ളോഗ് എടുക്കുന്നത്. അന്നിപ്പോൾ കറി ഉണ്ടാക്കുന്ന ദിവസം വ്ളോഗ് എടുക്കാത്ത ദിവസം, വീഡിയോ എടുക്കാത്ത ദിവസമായിരുന്നു കേട്ടോ. അത് പിന്നെ വ്ളോഗിലൊന്നും ഷെയർ ആക്കാൻ. അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതപ്പോൾ ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫുള്ള് ചിക്കനൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചെടുത്തിട്ടുള്ളൂ. ഉച്ചക്ക് കഴിക്കാൻ മാത്രമുള്ള ചിക്കൻ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി അങ്ങനെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ ആ ചിക്കൻ പൊരിച്ച ആ ഒരു ഓയിലുണ്ടല്ലോ, അതിൽ തന്നെയാണ് പപ്പടം പൊരിച്ചെടുക്കുന്നത് കേട്ടോ. വേറെ ഓയിലും വേറെ ചട്ടി ചൂടാക്കി എടുക്കാനൊന്നും നിന്നില്ല. എല്ലാതും കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ രീതിയിൽ ക്ലീൻ ആക്കാനൊന്നുമില്ല. നല്ല ചിക്കൻ പൊരിച്ച കാരണം ഓയിലൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ പിന്നെ വലിയ രീതിക്കുള്ള ക്ലീനിങ് ഒന്നുമില്ല. താത്താൻ്റെ മോള് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അവൾ അടിക്കലും തുടക്കലൊക്കെ അവൾ കഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കിച്ചണത്തെ പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമാധാനമുണ്ട് കേട്ടോ. മറ്റേ ഈ ഒരു പണീൻ്റെ ഇടയിൽ ആ ഒരു പണിയും കൂടെ പോയി ചെയ്യണമല്ലോ. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീട്ടിലത്തെ പണിയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എത്ര സിമ്പിളാണ്, നമ്മളെ വീട്ടിലേക്കൊക്കെ വന്ന് നോക്കണമെന്ന്. ശരിയാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ വലിയ പണിയൊന്നുമില്ല, ഈ ഗ്യാസുള്ള വെച്ച് ഉണ്ടാക്കലൊക്കെ അല്ലേ. പിന്നെ ഒരു വീട്ടിലത്തെ അടിക്കലും തുടക്കലും ഫുഡ് ഉണ്ടാക്കലും മാത്രമല്ലല്ലോ ഒരു വീട്ടിലുള്ള പണി. അതിനിടയിൽ ഇപ്പോൾ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാനുണ്ടാവും, തിരുമ്പി തോരയിടാനുണ്ടാവും, അങ്ങനത്തെ പണികളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണില്ല. എന്നാലും അൽഹംദുലില്ലാ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനുള്ള പണി തന്നെ ഉള്ളൂ. ഞാൻ പിന്നെ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരം വൈകണമെന്നുള്ളൂ കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാനൊക്കെ ആക്കി താത്താൻ്റെ മോളും കൂടെ. അപ്പം നമ്മളെ വിഭവങ്ങൾ ഇതൊക്കെയാണ്: വെള്ളരിക്കക്കറി, ചിക്കൻ പൊരിച്ചത്, പയറുപ്പേരി, പപ്പടം, ചോറ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4:30 കഴിക്കണം കേട്ടോ. അപ്പം പുറത്ത് നല്ല മഴക്കാറുണ്ട്. കുറേ ഡ്രസ്സുകളും പിന്നെ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിരുമ്പിയിട്ട് മുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല മഴക്കാറുണ്ട്, ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഉള്ളിൽ നല്ല പുഴുങ്ങണ ചൂടായിരുന്നു. ഈ ഒരു ടൈമിൽ വേറെ എവിടെക്കോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വാട്സപ്പിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അയക്കൂലേ, ഗ്രൂപ്പിലൊക്കെ ഇടൂലേ. അപ്പോൾ ഓരോ ഭാഗത്തൊക്കെ നല്ല പെരുമഴ പെയ്യുന്നുണ്ട് നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെ വല്ലാണ്ട് പെയ്യാണ്ട് അങ്ങനെ പോയിട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.